ഹായ്, 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്താണ് പഠിച്ചത്? ലക്ഷ്മണ സാന്ത്വനം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ സാന്ത്വനം. കുറച്ച് വരികളുടെ ആശയം ചർച്ച ചെയ്തിരുന്നു. ആശയമൊക്കെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നതാണ് ജീവിതത്തിൻ്റെ നിരർത്ഥകത, അല്ലേ? ജീവിതത്തിൻ്റെ നശ്വരത ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു. അത് തുടരുകയാണ്. അടുത്ത വരികളുടെ ആശയം നമുക്ക് നോക്കാം. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നല്ലോ, പെൻസിലോ പേനയോ ഒക്കെ എടുത്ത് പുസ്തകത്തിൻ്റെ അടുത്ത് വെച്ച് കൊള്ളണമെന്ന്. പുസ്തകവും തുറന്നു വെച്ച് എഴുതാനുള്ള ഉപകരണങ്ങളൊക്കെ എടുത്തു വെച്ച് റെഡിയായി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ചില വാക്കുകളുടെ അർത്ഥമൊക്കെ എഴുതി വെച്ചോളുക. ദേഹം എന്താണ്? ശരീരം. ദേഹം നിമിത്തം, ദേഹം കാരണം. അഹംബുദ്ധി കൈക്കൊണ്ട്, അഹംബുദ്ധി, അഹം ഞാൻ, ഞാനെന്ന ചിന്ത, അതിനാണ് നമ്മൾ അഹങ്കാരമെന്ന് പറയുക, അല്ലേ? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ അഹങ്കാരികളായി തീരുന്നത്? ദേഹം നിമിത്തമാണ്. ഈ ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ അഹങ്കാരികളായി മാറുന്നത്. മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ഈ ദേഹത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്ത കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. എന്തൊക്കെ നിരൂപിക്കും? ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാണ്. ടീച്ചർ പറഞ്ഞിരുന്നുവല്ലോ, അന്ന് ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വം, ജന്മിത്ത സമ്പ്രദായം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ തിക്താനുഭവങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ, അല്ലെങ്കിൽ തീരെ അടിത്തട്ടിൽ കിടന്നിരുന്ന അധകൃത വർഗമെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന ജനങ്ങൾ അനുഭവിച്ചിരുന്ന നരകയാതനകളൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോഴവിടെ ഈ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ആഢ്യനാണ്, ഞാൻ നരേന്ദ്രനാണ്. അഹം നരേന്ദ്രോ, അഹം ഞാൻ, നരേന്ദ്രൻ രാജാവ്. ഞാൻ ആഢ്യനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്. ബ്രാഹ്മണോഹം, ബ്രാഹ്മണ അധികം അഹം. നരേന്ദ്രോഹം, നരേന്ദ്ര അധികം അഹം. ആഢ്യോഹം, ആഢ്യ അധികം അഹം. ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ ദേഹം നിമിത്തമുള്ള അഹങ്കാരം കൊണ്ടാണ്. ഞാൻ രാജാവാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്, അല്ലെങ്കിൽ ഉന്നത കുലജാതനാണ് എന്നൊക്കെ ധരിച്ചു വശായി സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ അധസ്ഥിത വർഗമെന്ന് മുദ്രകുത്തി ചവിട്ടി താഴ്ത്തിയതിനു കാരണം ദേഹമെന്നുള്ള ചിന്തയാണ്. ആഢ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ആമ്രേഡിതം, ആവർത്തിച്ചു പറയുക. ആമ്രേഡിതം, ആവർത്തിച്ചു പറയൽ. ഞാൻ ദേഹമാണ്, അതുകൊണ്ട് ഞാൻ വലിയവനാണ്, ഞാൻ ആഢ്യനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ ദശാന്തരേ, മറ്റൊരു അവസ്ഥയിലായി മാറും മനുഷ്യൻ്റെ ഈ ശരീരം. നാം അഹങ്കാരപൂർവ്വം കൊണ്ടു നടക്കുന്ന ഈ ശരീരം നമ്മളിങ്ങനെ ആവർത്തിച്ച് നമ്മുടെ മേന്മ പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു അവസ്ഥയിലായി മാറും. ദശാന്തരേ, മറ്റൊരു അവസ്ഥയിൽ. ഏതാണ് ആ മറ്റൊരു അവസ്ഥ? എന്താണ് ഈ ശരീരത്തിന് മറ്റൊരു അവസ്ഥയിൽ സംഭവിക്കുക? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം.
ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകാം. ഈ ദേഹം നമ്മളിങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ എപ്പോഴാണ് നമ്മുടെ ശ്വാസം പോവുക എന്നറിയില്ല. ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ നിരത്തിയല്ലോ ആദ്യ ഭാഗത്ത്, അല്ലേ? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊലിഞ്ഞു പോകാവുന്ന ഈ ജീവിതത്തിൽ ദേഹത്തെക്കുറിച്ച് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ നമ്മുടെ ശ്വാസം പോയാൽ പിന്നെ നമ്മൾ എന്താണ് ആ ദേഹത്തെ വിളിക്കുക? ശവശരീരം എന്നല്ലേ? മൃതദേഹം എന്നല്ലേ? ഇപ്രകാരം മൃതമായി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് എന്താ സംഭവിക്കുക? ചിലത് ദഹിപ്പിക്കും, അപ്പോൾ അത് ചാരമായി പോകും, അല്ലേ? ചിലത് സംസ്കരിക്കും മണ്ണിനടിയിൽ, അത് കൃമികീടങ്ങളും പുഴുക്കളുമായി പരിണമിക്കും. മറ്റു ചിലത് അനാഥ ശവങ്ങളായി എവിടെയെങ്കിലും അടിഞ്ഞുകൂടിയാൽ വീണുകിടന്നാൽ എന്തു സംഭവിക്കും? ചില ജന്തുക്കളുടെ ഭക്ഷണമായി മാറും. അതിനുശേഷം അത് അവയുടെ കാഷ്ടമായി പരിണമിക്കും. അപ്പം പിന്നെ ഈ ശരീരത്തെക്കുറിച്ച് നാം ഇങ്ങനെ അഹങ്കരിച്ചതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഇവിടെ ചില ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്, അല്ലേ? ദേഹം നിമിത്തം മഹാമോഹം നന്നല്ല എന്ന് എഴുത്തച്ഛൻ സമർത്ഥിക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 8 വരികളുടെ ആശയം സംഗ്രഹിച്ച് ആൻസറായി എഴുതുക. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു എന്ന് തുടങ്ങി നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്നുവരെയുള്ള 8 വരികളുടെ ആശയം സംഗ്രഹിച്ചെഴുതിയാൽ ദേഹം നിമിത്തം മഹാമോഹം നന്നല്ല എന്ന് എഴുത്തച്ഛൻ പറയുന്നതിൻ്റെ കാരണമെന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി മാറും. അല്ലെങ്കിൽ ദേഹത്തെക്കുറിച്ച് അഹങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മനുഷ്യരുടെ ദേഹത്തിന് എന്തു സംഭവിക്കാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി മാറും ഈ വരികളുടെ ആശയം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം, മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം. ദേഹാഭിമാനം. അപ്പോൾ തുടർന്ന് വീണ്ടും എഴുത്തച്ഛൻ ഈ ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് തുടർന്നുള്ള 4 വരികളിൽ കൂടി പറയുകയാണ് മറ്റു ചില കാര്യങ്ങൾ. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം, ഈ ശരീരം എന്തൊക്കെ കൊണ്ട് നിർമ്മിതമാണ്? ഈ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? ത്വങ്മാംസം, ത്വക്ക് പ്ലസ് മാംസം, ത്വക്ക് പ്ലസ് മാംസമാണ് ത്വങ്മാംസം. എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കൂ. ത്വക്ക് പ്ലസ് മാംസം, ത്വക്ക് അധികം മാംസം, ത്വങ്മാംസം എന്നാണ് ഉച്ചരിക്കുക. ത്വക്ക് തൊലി നമുക്കറിയാം, അല്ലേ? മാംസം രക്തം, അസ്ഥി, വിൺമൂത്രം മലമൂത്രങ്ങൾ, രേതസ് ബീജം, ഇവയുടെ ഒക്കെ സമ്മേളനമാണ് മനുഷ്യ ശരീരം. പഞ്ചഭൂതക നിർമ്മിതമാണ്. എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? മണ്ണ്, വെള്ളം, വായു, അഗ്നി, ആകാശം. കുറിച്ച് വെച്ചോളൂ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ ശരീരം. മരിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇത് പഞ്ചഭൂതങ്ങളായി പിരിഞ്ഞു പോകുമെന്ന് സങ്കല്പം. എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? മണ്ണ്, വെള്ളം, വായു, തീ, ആകാശം. പൃഥ്വപ് തേജോ വായുരാകാശം എന്ന് പറയും. പൃഥ്വപ് തേജോ വായുരാകാശം, അതായത് മണ്ണ്, വെള്ളം, വായു, തീ, ആകാശം. അപ്പം ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസിൻ്റെ സമ്മേളനമാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, മായാമയമാണ്, മായാമയമായി പരിണാമിയായൊരു കായം. കായം ശരീരം. അപ്പം ശരീരത്തിന് പര്യായപദങ്ങൾ കിട്ടിയല്ലോ. ദേഹം, കായം. ഇത് മായാമയമാണ്.
സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല, സത്യമല്ല, മിഥ്യയാണ്, മായയാണ്, പരിണാമിയാണ്. എന്താ പരിണാമി? പരിണാമങ്ങൾക്ക് വിധേയമാണ്. പരിണാമം മാറ്റം, മാറ്റങ്ങൾക്ക് വിധേയമാണ്. വികാരിയായുള്ളതാണ്. വികാരിയായുള്ളത് വികാരം കൊള്ളുന്നതാണ്. പെട്ടെന്ന് പലവിധ വികാരങ്ങൾക്ക് വിധേയമാകുന്നതാണ്. വികാരിയായുള്ളൊന്നിതധ്രുവം. അപ്പം എന്തൊക്കെയാണ് ശരീരത്തിൻ്റെ പ്രത്യേകതകൾ? ത്വങ് മാംസ രക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനമാണ്. പഞ്ചഭൂതക നിർമ്മിതമാണ്. മായാമയമാണ്. പരിണാമിയാണ്. 2 മാർക്കിനൊക്കെ ചോദ്യം വരാവുന്ന സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ശരീരം വികാരങ്ങൾക്ക് വിധേയമാണ്. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികെന്നറിയുക നീ ലക്ഷ്മണ. അപ്പോൾ ദേഹത്തെക്കുറിച്ച് വലിയ അഭിമാനം കൊണ്ടിട്ട് അഹങ്കരിച്ചതുകൊണ്ട് കാര്യമില്ല എന്നും, ഈ ദേഹത്തിന് മരണശേഷം എന്തൊക്കെ സംഭവിക്കാമെന്നും, ഈ ദേഹം എന്തൊക്കെ കൊണ്ട് നിർമ്മിതമാണെന്നും, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും പറഞ്ഞതിനു ശേഷം രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, അല്ലെങ്കിൽ എഴുത്തച്ഛൻ അനുവാചകനോട് പറയുകയാണ്, വായനക്കാരോട് പറയുകയാണ്, ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന. എന്തുകൊണ്ടാണ് നീ ലോകത്തെ ദഹിപ്പിക്കാൻ പാകത്തിന് ഇങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുന്നത്? രോഷാഗ്നിയാൽ കത്തിജ്വലിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന. 1 മാർക്കിൻ്റെ 1 വേർഡ് ആൻസർ അല്ലേ? എന്തുകൊണ്ടാണ് ലക്ഷ്മണൻ ലോകത്തെ ദഹിപ്പിക്കാൻ പാകത്തിന് ജ്വലിച്ചു നിൽക്കുന്നത്? ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേനയാണ്. ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനം കാരണമുണ്ടായ ആഗ്രഹത്താലാണ് ലക്ഷ്മണൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് രാജ്യം രാമൻ്റെ കാൽ കീഴിൽ സമർപ്പിക്കാം എന്ന് പറഞ്ഞ് കത്തിജ്വലിച്ച് നിൽക്കുന്നത്. ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികെന്നറിയുക നീ ലക്ഷ്മണ. നീ നിന്റെ മാനസതാരിൽ, മാനസതാര് മാനസമാകുന്ന താര്, താര് പൂവ്. നിന്റെ മാനസം ഏതുപോലെയുള്ളതാണ്? ഒരു പൂവ് പോലെയുള്ളതാണ്. ലക്ഷ്മണൻ്റെ മനസ്സിനെ പൂവിനോട് സാദൃശ്യപ്പെടുത്തുന്നു. എന്താണ് അവിടുത്തെ സാദൃശ്യകൽപ്പനയുടെ ഔചിത്യം? പൂവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അത് വളരെ മൃദുലമാണ് അല്ലേ? നിറമുള്ള പൂക്കളുണ്ട്, നിറമില്ലാത്ത പൂക്കളുണ്ട്, നാനാവർണ്ണങ്ങളായ പൂക്കളുണ്ട്. എന്തായിരുന്നാൽ തന്നെയും മൃദുത്വം എന്നത് പൂവിൻ്റെ പൊതുവായ ഒരു ഗുണവിശേഷമാണല്ലോ. അപ്പോൾ വളരെ മൃദുവായ ഹൃദയമാണ് നിൻ്റേത്, വളരെ മൃദുവായ മനസ്സാണ് നിൻ്റേത് എന്ന് സൂചിപ്പിക്കുകയാണ്. ആ മൃദുവായ മനസ്സിൻ്റെ മൃദുലത കൊണ്ടാണ്, തന്നോടുള്ള സ്നേഹത്തിൻ്റെ മൃദുലത കൊണ്ടാണ് ഇത്തരം ഒരു സാഹസത്തിന് ലക്ഷ്മണൻ ഒരുമ്പെടുന്നത് എന്നാണ് രാമൻ പറയുന്നത്. മാനസതാരിൽ നിരൂപിച്ചതും തവ, തവ നിൻ്റെ ജ്ഞാനമില്ലായികെന്നറിയുക നീ ലക്ഷ്മണ. നിൻ്റെ ജ്ഞാനമില്ലായ്മ, ജ്ഞാനം അറിവ്, അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് നീ തിരിച്ചറിയുക ലക്ഷ്മണ എന്നാണ് പറയുന്നത്. നിൻ്റേത് കൗമാരപ്രായമാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ, കുമാര എന്ന് സംബോധന ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ കൗമാരപ്രായക്കാരുടെ ചിന്തകളുടെ സവിശേഷത എന്താണ്? ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പെട്ടെന്ന് വികാരം കൊള്ളും, കത്തിജ്വലിക്കും, എടുത്തുചാട്ടം കൈമുതലായുണ്ട്. അവർക്ക് പക്വത പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ പക്വത പ്രാപിച്ചിട്ടില്ല, പക്ഷേ തീരെ കുട്ടികളല്ല താനും അല്ലേ? അപ്പോൾ അറിവെല്ലാം തികഞ്ഞു എന്നാണ് അവരുടെ ധാരണ. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം. പേരൻസൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ പറയും, അതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം എന്ന് പറയും. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം,
അവരോട് കൂട്ടുകൂടരുത്, ഇവരോട് മിണ്ടരുത്, അല്ലെ അവരുടെ കൂടെ നടക്കരുത്, ചീത്ത കൂട്ടുകെട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം എന്നുള്ള ഒരു ധാർഷ്ട്യം നിങ്ങളുടെ മുഖത്ത് പലപ്പോഴും, അല്ലെ അധ്യാപകർ പറഞ്ഞാലും അതെ, ചിലതൊക്കെ കറക്റ്റ് ചെയ്ത് തരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പെട്ടെന്ന് കോപം, ധാർഷ്ട്യം ഒക്കെ വരും. ഇതൊക്കെ എനിക്കറിയാം, എന്നോട് പറയേണ്ട കാര്യമില്ല, എല്ലാം എനിക്കറിയാം എന്നൊരു മട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമനും ലക്ഷ്മണനോട് പറയുകയാണ്, നീ ഇങ്ങനെ വിചാരിച്ചത് നിൻ്റെ ജ്ഞാനമില്ലായ്കയാണ്. നീ കേവലം കുമാരനാണ്, നിനക്ക് ശരിയായ ജ്ഞാനമില്ല. എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ല? ജീവിതത്തെക്കുറിച്ച് ശരിയായ ജ്ഞാനം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ജ്ഞാനം എന്നതുകൊണ്ട് എഴുത്തച്ഛൻ ഉപദേശിക്കുന്നത് കേവലമായ ഭൗതിക ജ്ഞാനമല്ല, ആത്മീയ ജ്ഞാനമാണ്. ശരിയായ ആത്മീയ ജ്ഞാനമുള്ള ഒരുവന് മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ തികഞ്ഞ ശാന്തത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. തികഞ്ഞ സമചിത്തതയോടെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കുകയുള്ളൂ. കേവലം ഭൗതികമായ ജ്ഞാനമല്ല. തുടർന്ന് അങ്ങോട്ടുള്ള വരികളിലെല്ലാം ഈ ജ്ഞാനത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചുമൊക്കെ എഴുത്തച്ഛൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അതെല്ലാം ശരിയായ ജ്ഞാനം, ശരിയായ വിദ്യ എന്നതുകൊണ്ട് ഈ വരികളിൽ അർത്ഥമാക്കുന്നത് ആത്മജ്ഞാനം എന്നാണ്, ഭൗതിക ജ്ഞാനമല്ല. നിൻ ജ്ഞാനമില്ലായികെന്നറിക നീ ലക്ഷ്മണ, ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ഈ ലോകത്തിലുണ്ടാകുന്ന സകല ദോഷങ്ങളും വന്നു ഭവിക്കുന്നത് ഞാൻ ദേഹമാണ് എന്ന് ചിന്തിച്ച് അഹങ്കരിക്കുന്നതിൽ നിന്നാണ്, ചിലരുടെയൊക്കെ മൂഢധാരണയിൽ നിന്നാണ്. ദോഷങ്ങളൊക്കെ ദേഹാഭിമാനിനാം, ദേഹത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരുടെ രോഷേണ, കോപത്താൽ, രോഷം കോപം, രോഷത്താൽ വന്നു ഭവിക്കുന്നതാണ്. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും. ഇനി അങ്ങോട്ടുള്ള 4 വരികൾ 4-6 വരികൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം കേട്ടോ. അവിടെ ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം കുറിക്കുക. വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദ്യം വരാം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കുക. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹോഹം, ദേഹ അധികം അഹം, ദേഹ പ്ലസ് അഹം, ഞാൻ, അഹം ഞാൻ ദേഹമാണ് എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം, മോഹത്തെ ജനിപ്പിക്കുന്ന മാതാവാണ്, ആഗ്രഹങ്ങളെ ജനിപ്പിക്കുന്ന മാതാവാണ്. മോഹമാതാവാം അവിദ്യയാകുന്നതും. മനസ്സിലായോ? അവിദ്യ എന്താണ്? മോഹത്തെ ജനിപ്പിക്കുന്ന മാതാവാണ്. ആഗ്രഹങ്ങളെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന, രൂപപ്പെടുത്തുന്ന മാതാവാണ് അവിദ്യ. ദേഹമല്ലോർക്കിൽ ഞാൻ ആയതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതൂ വിദ്യ കേൾ. ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്ന ചിന്ത മോഹൈകഹന്ത്രിയാണ്. മോഹൈകഹന്ത്രി എന്ന പദം നോക്കുക. മോഹ പ്ലസ് ഏകം, മോഹൈകം. മോഹ പ്ലസ് ഏകം, മോഹൈകം. ഏകം അർത്ഥം എന്താണ്? ഒന്ന്, ഒരേ ഒരു കാര്യം. ഹന്ത്രി, ഹനിക്കുന്നവൾ, ഇല്ലാതാക്കുന്നവൾ, കൊല്ലുന്നവൾ. മോഹൈക ഹന്ത്രി, മോഹത്തെ ഇല്ലാതാക്കുന്ന ഏക കാര്യം എന്താണ്? വിദ്യ കേൾ, വിദ്യയാണ്. മനുഷ്യ മനസ്സിലെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ശരിയായ വിദ്യ നേടുക എന്നുള്ളതാണ്. അപ്പോഴെന്താണ് ഒരു വ്യത്യാസം? മോഹത്തെ ജനിപ്പിക്കുന്ന മാതാവ് അവിദ്യയാണ്. മോഹത്തെ ഇല്ലാതാക്കുന്ന ഏക കാര്യം വിദ്യ നേടുക എന്നുള്ളതാണ്. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതൂ വിദ്യയും. രണ്ടാമത്തെ വ്യത്യാസം എന്താണ്?
സംസാരകാരിണിയായത് അവിദ്യയാണ്. പദം പിരിച്ച് അവിടെ കോമയിട്ട് വെച്ചോളൂ. സംസാരകാരിണി ആയത് അവിദ്യ. അവിടെ 3 പദങ്ങളുണ്ട്. സംസാരകാരിണി ആയത്, യായതല്ല കേട്ടോ, അത് നമ്മൾ കൂട്ടി അങ്ങനെ വായിക്കുമ്പോൾ യായത് എന്ന് പറയുമെങ്കിലും അവിടെ പദം പിരിച്ചെടുക്കുമ്പം ആയത്. സംസാരകാരിണി ആയത് അവിദ്യയും. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. സംസാരനാശിനി ആയത് വിദ്യയും. എന്താണ് വ്യത്യാസം? സംസാരം എന്താണ്? ലോകജീവിതം. സംസാരത്തിന് നാനാർത്ഥമുണ്ട് അല്ലേ? 1 നമ്മൾ സംസാരിക്കുക, പറയുക. 2 ലോകജീവിതം, ഈ ലോക ജീവിതം. കുറേ നാനാർത്ഥങ്ങളുണ്ട്. അതെല്ലാം കൂടെ ടീച്ചർ പദ്യം പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ലോക ജീവിതവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത് അവിദ്യയാണ്. അതായത് ഈ ലോകത്തിലെ മോഹങ്ങളൊക്കെ ജനിപ്പിക്കുന്നത് അവിദ്യയാണെന്ന് പറഞ്ഞല്ലോ. അതുതന്നെ മറ്റൊരു രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഈ ലോക ജീവിതവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത് അവിദ്യയാണ്. സംസാരകാരിണിയായത് അവിദ്യ, സംസാരനാശിനിയായത് വിദ്യയും. ഈ ലോക ജീവിതത്തിലെ മോഹങ്ങളെ ഇല്ലാതാക്കുന്നത് വിദ്യയാണ്. മനസ്സിലായല്ലോ? നന്നായി മനസ്സിലാക്കണേ. 2 പ്രധാന വ്യത്യാസങ്ങളാണ്. ടീച്ചർ ഒന്നോടെ ആ ഭാഗം എടുത്ത് പറയാം, ഇത്തിരി നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമായതുകൊണ്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. മോഹത്തെ ജനിപ്പിക്കുന്ന മാതാവ് അവിദ്യയാണ്. മോഹത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരേ ഒരു കാര്യം ശരിയായ വിദ്യ നേടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലോക ജീവിതവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത് അവിദ്യയാണ്. ഈ ലോക ജീവിതത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ മുഴുകാതിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് വിദ്യയാണ്. മനസ്സിലായില്ലേ? ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. ആകയാൽ നാം മോക്ഷാർത്ഥിയാണെങ്കിൽ മോക്ഷം അർത്ഥിക്കുക, യാചിക്കുക. മോക്ഷാർത്ഥി, മോക്ഷത്തെ അർത്ഥിക്കുന്നവൻ. എല്ലാ മനുഷ്യനും ജീവിതാവസാനത്തിൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കും? മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കും. മോക്ഷം വേണം, സ്വർഗപ്രാപ്തി വേണം. ആരും നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ. അപ്പോൾ മോക്ഷം വേണമെങ്കിൽ നാം എന്തു ചെയ്യണമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ അസാൻമാർഗികമായി ചരിക്കുന്ന ഒരു യുവതലമുറയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സാൻമാർഗികമായി അധപ്പതിച്ച ഒരു തലമുറ. ആ തലമുറയെ ഉദ്ബോധിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. നിങ്ങൾ മോക്ഷത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യണം. ഏകാന്തചേതസ, ചേതസ് മനസ്സ്, ബുദ്ധി. അപ്പോൾ എന്താണ് ഏകാന്തചേതസ? ഏകാഗ്രമായ മനസ്സോടുകൂടി ചെയ്യണം. മറ്റൊരു കാര്യങ്ങളിലും എന്താ ഏകാഗ്രത? ഒരേ കാര്യത്തിൽ ഊന്നിയ ശ്രദ്ധയാണ് ഏകാഗ്രത. പലവിധ കാര്യങ്ങളിൽ ഒരേ സമയം തലയിട്ട് ഓടി നടക്കാതെ ഏകാഗ്രമായ മനസ്സോടുകൂടി സമൂഹത്തിൽ എന്തും സംഭവിച്ചോട്ടെ അതിലൊന്നും പോയി തലയിടാതെ, അതിലൊന്നും മുഴുകാതെ അവനവൻ്റെ കാര്യം നോക്കി മോക്ഷപ്രാപ്തി ലക്ഷ്യമാക്കുന്ന ഒരുവൻ ഏകാഗ്രമായ മനസ്സോടുകൂടി ശരിയായ വിദ്യ അഭ്യസിക്കണം. ശരിയായ രീതിയിൽ ആത്മജ്ഞാനം നേടണമെന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും. നിങ്ങൾ ഇപ്പം ഏകാഗ്രമായ മനസ്സോടെയാണോ വിദ്യ നേടുന്നത്? പലവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കൂട്ടുകാരുടെ കാര്യങ്ങളിലൊക്കെ തലയിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം ചിന്തയിൽ വലിച്ചു വെച്ച് അല്ലേ, ആകപ്പാടെ ആകുല ചിത്തരായി ഒക്കെയാണ് ക്ലാസ്സുകളിലിരിക്കുക. വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ് പാഠം പഠിക്കാനിരിക്കുക. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഏകാഗ്രമായ മനസ്സോടുകൂടി വിദ്യ അഭ്യസിക്കുന്ന ഒരുവന് മാത്രമേ ശരിയായ വിദ്യ അഭ്യസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ എഴുത്തച്ഛൻ അനുവാചകരോട് പറഞ്ഞത് ആത്മജ്ഞാനത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങൾ
പഠിക്കുമ്പോൾ ഭൗതിക ജ്ഞാനം നേടേണ്ടതും ആവശ്യമാണല്ലോ. നിങ്ങൾക്ക് നല്ല ജോലി വേണം, നല്ല ഭാവി വേണം, കുടുംബം പുലർത്തണം, അച്ഛനും അമ്മയ്ക്കും തുണയായി തീരണം അല്ലേ, സ്വന്തം ജീവിതത്തിന് ഉപകരിക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഭൗതിക ജ്ഞാനം നേടിയേ തീരൂ. അപ്പോൾ അവിടെയും ഏകാഗ്രമായ മനസ്സോടുകൂടി ക്ലാസ് മുറികളിൽ ഇരുന്നാലേ, അല്ലെ വീട്ടിൽ പാഠപുസ്തകം തുറക്കുമ്പോഴും ഏകാഗ്രമായ മനസ്സോടുകൂടി ഇരുന്നാലേ നിങ്ങൾക്ക് ഭൗതിക ജ്ഞാനവും നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പലവിധ വ്യഗ്രതകളിൽ ഏർപ്പെടാതെ ഏകാഗ്രമായ മനസ്സോടുകൂടി നിങ്ങൾ പാഠം പഠിക്കണമെന്നാണ് ടീച്ചർക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ള ഉപദേശം കേട്ടോ. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര അവിടെ. എവിടെ? ഏകാഗ്രമായ മനസ്സോടുകൂടി വിദ്യ നേടുമ്പോൾ അവിടെ. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. ഇത് നമ്മൾ ആദ്യം പഠിച്ചതാ അല്ലേ? മനുഷ്യരുടെ ഉള്ളിലെ 6 ശത്രുക്കളായിട്ടുള്ള വികാരങ്ങൾ, ഷഡ്വൈരികൾ എന്ന് പറയും. 6 ഷഡ്വൈരികൾ, 6 ശത്രുക്കളാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. ഈ 6 വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മെ തന്നെ നശിപ്പിക്കാൻ പോരുന്ന വിധത്തിലുള്ള ശത്രുക്കളാണ്. അവയെ നമ്മൾ എല്ലാവരുടെയും ഉള്ളിലും ഉണ്ട്. അവയെ തലപൊക്കാൻ അനുവദിക്കാതെ അമർച്ച ചെയ്തുകൊണ്ട് നമ്മൾ സദ്വികാരങ്ങളെ ഉണർത്തി നല്ല വികാരങ്ങളെ പരിപോഷിപ്പിച്ച് എന്തു ചെയ്യണം? വിദ്യാഭ്യാസം നേടണം. ഈ നമുക്ക് ശരിയായ രീതിയിലുള്ള ആത്മജ്ഞാനം നേടാൻ ഉള്ള തത്ര അവിടെ ഉള്ള ശത്രുക്കളാണ് ഈ 6 വികാരങ്ങൾ എന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടോ. ഈ 6 വികാരങ്ങൾ നമ്മുടെ ശത്രുക്കളാണെന്നിരിക്കലും അതിൽ ഒരു വികാരമാണ് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ. മുക്തി മോക്ഷം, വിഘ്നം തടസ്സം. മോക്ഷപ്രാപ്തിക്ക് തടസ്സം വരുത്തുവാൻ ഏറ്റവും ശക്തിയുള്ള ഒരു വികാരമാണ് ക്രോധം. കോപം. ഇപ്പോൾ ലക്ഷ്മണൻ അങ്ങനെ കോപിഷ്ഠനായി നിൽക്കുകയല്ലേ. അപ്പോൾ ആ കോപത്തെ വേണമല്ലോ തണുപ്പിക്കാൻ, എന്നാലല്ലേ ലക്ഷ്മണൻ ശാന്തനാകൂ. ഇപ്പോൾ ലക്ഷ്മണനിൽ പ്രകടമായി മുന്നിട്ട് നിൽക്കുന്ന, അല്ലെ ലക്ഷ്മണനെ അടിമപ്പെടുത്തിയിരിക്കുന്ന, ലക്ഷ്മണനെ ഭരിക്കുന്ന വികാരം ഏതാണ്? കോപം. അതുകൊണ്ടാണ് കോപത്തെക്കുറിച്ച് എടുത്തു പരാമർശിക്കുന്നത്. അപ്പം മോക്ഷപ്രാപ്തിക്ക് തടസ്സം നിൽക്കുന്ന 6 വികാരങ്ങളുണ്ട് മനുഷ്യരുടെ ഉള്ളിൽ. അതിലേറ്റവും ശക്തമായ വികാരമാണ് ക്രോധം. ഈ ക്രോധത്തെ കുറിച്ചാണ് തുടർന്നുള്ള വരികളിൽ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാ കൊല്ലവും ഏതെങ്കിലും വിധത്തിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഒരു ചോദ്യം ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ഉപന്യാസമായിട്ട് ചോദിക്കാം, എഡിറ്റോറിയലായിട്ട് ചോദിക്കാം. അപ്പം അല്പം ആശയം വിശദീകരിച്ചു തന്നെ എഴുതേണ്ട ആൻസറാണ് അവിടെ നാം കൊടുക്കേണ്ടത്. അതുകൊണ്ട് വളരെ നന്നായി ശ്രദ്ധിച്ച് ഈ വരികളുടെ ആശയം പഠിക്കുക. അപ്പം നമ്മളിതിൻ്റെ ആശയം എഴുതുമ്പോൾ എവിടെ തൊട്ട് തുടങ്ങണം? കാമക്രോധ ലോഭമോഹാദികൾ മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ തന്നെ വിനാശത്തിന് വേണ്ടി കുടികൊള്ളുന്ന 6 ശത്രുക്കളാണ്, 6 വികാരങ്ങളാണ്. ശത്രുക്കളായിട്ടുള്ള 6 വികാരങ്ങളാണ്. അതിൽ ക്രോധമാണ് മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ക്രോധം വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തെല്ലാം എന്ന് ചോദിക്കാം. അപ്പോൾ താഴേക്കുള്ള വരികളുടെ ആശയം എഴുതാം. ഉപന്യാസമായിട്ട് ചോദിക്കാം, എഡിറ്റോറിയലായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ക്രോധം വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തെല്ലാം എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ഈ ടീച്ചർ പറഞ്ഞ പോലെ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് ക്രോധം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. താഴേക്കുള്ള വരികളുടെ ആശയം കൂട്ടിച്ചേർക്കാം. മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. പുമാൻ മനുഷ്യൻ, ഹനിക്കുക കൊല്ലുക, ഇല്ലാതാക്കുക, നിമിത്തം കാരണം, ക്രോധം ദേഷ്യം. അപ്പോൾ ആ രണ്ടാമത്തെ വരി ആദ്യം അങ്ങ് മനസ്സിലാക്കിക്കേ. മനുഷ്യൻ കോപം നിമിത്തം ഹനിക്കുന്നു. ആരെയെല്ലാം ഹനിക്കുന്നു?
മുകളിലത്തെ വരി നോക്കുക. മാതാവ്, മാതാ, പിതൃ, ഭ്രാതൃ, മിത്ര, സഖികളെ 5 കൂട്ടരെയാണ് വധിക്കുന്നത്. മാതാവ്, പിതാവ്, ഭ്രാതാവ് എന്നൊരു പദം കണ്ടോ? ഉച്ചരിക്കുമ്പോൾ ടീച്ചർക്ക് തന്നെ നാക്കൊളുക്കുന്നു, ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. ഭ്രാതാവ് ആരാണ്? സഹോദരൻ. മാതാവ്, പിതാവ്, സഹോദരൻ, മിത്രം ആത്മമിത്രങ്ങൾ, സഖി ഭാര്യ. അപ്പം മാതാവിനെയും പിതാവിനെയും സുഹൃത്തുക്കളെയും ഭാര്യയെയും എല്ലാം വധിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ക്രോധം നിമിത്തമാണ്. നമ്മൾ എത്രയോ സമകാലിക സംഭവങ്ങൾ അല്ലേ, ഈയിടെ തന്നെ വയനാട്ടിൽ ഒരു കോളേജിൽ ഒരു സ്റ്റുഡൻറ്റിനെ ഒപ്പം നിന്ന കൂട്ടുകാരെല്ലാം കൂടെ കൊന്നതായ കഥ, അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും. വളരെയേറെ കാലിക പ്രസക്തിയുള്ള സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണിത്. പെട്ടെന്നുള്ള കോപം കൊണ്ട് മാതാവിനെയും പിതാവിനെയും സുഹൃത്തിനെയും ഭാര്യയെയും ഒക്കെ മനുഷ്യൻ ഹനിക്കുന്നു, കൊല്ലുന്നു. അത്രയ്ക്ക് ശക്തിയുള്ള ഒന്നാണ് ക്രോധം. അതുകൊണ്ട് നാം എപ്പോഴും ക്രോധത്തെ നിയന്ത്രിച്ച് നിർത്താൻ പരിശീലിക്കണം. വീട്ടിലായിരുന്നാലും സ്കൂളിൽ നമ്മുടെ സഹപാഠികളുടെ അടുത്തായിരുന്നാലും ഒക്കെ. മാതാ, പിതൃ, ഭ്രാതൃ, മിത്ര, സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധം കാരണം മനസ്താപം, മനസ്സിന് താപമുണ്ടാകും. താപം ദുഃഖം. ചൂട് എന്നും ഒരർത്ഥമുണ്ട് താപത്തിന്. സൂര്യതാപം എന്ന് പറഞ്ഞാൽ ചൂടാണല്ലേ. മനസ്താപം ദുഃഖം, മനസ്സിന് ദുഃഖമുണ്ടായി വരും. നമ്മൾ ക്രോധം മൂലം ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിക്കും, പിന്നീട് അത് ദുഃഖത്തിന് കാരണമായി തീരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമൂലം, ക്രോധം കാരണം, നൃണാം മനുഷ്യർക്ക്, സംസാരബന്ധനം ജീവിത ദുഃഖമുണ്ടാകും. ഈ ലോക ജീവിത ദുഃഖമുണ്ടാകും. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം ഒരുവൻ്റെ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നു. ക്രോധം ഒരുവൻ്റെ ധർമ്മത്തെ ഇല്ലാതാക്കുന്നു, മൂല്യങ്ങളെ ഇല്ലാതാക്കുന്നു. ക്രോധം പരിത്യജിക്കണം ബുധജനം. അതുകൊണ്ട് ബുധജനം ക്രോധം പരിത്യജിക്കണം. ബുധജനം അറിവുള്ള ജനം. അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയായ അറിവ് നേടണമെന്ന്. ഈ വരികളുടെ ആശയങ്ങളെല്ലാം പരസ്പരം കണക്റ്റഡാണ്, ഒന്നിനൊന്ന് ബന്ധപ്പെട്ടതാണ്. കുറച്ച് മുകളിൽ നമ്മൾ ആദ്യം പഠിച്ചില്ലേ, എന്താണ് ശരിയായ ആത്മജ്ഞാനം നേടണം, മോക്ഷാർത്ഥിയാണെങ്കിൽ ഏകാഗ്രമായ മനസ്സോടുകൂടി വിദ്യ അഭ്യസിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എന്ത് പറയുന്നത്? മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ ഏറ്റവും ശക്തമായ ഒരു വികാരമാണ് ക്രോധം. ക്രോധത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകൾ സംഭവിക്കും. ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ വിപത്തുകളുടെയും അടിസ്ഥാന കാരണം ആരുടെയെങ്കിലുമൊക്കെ ക്രോധമാണ്. ക്രോധം മാതാവിനെയും പിതാവിനെയും ആത്മസുഹൃത്തുക്കളെയും ഭാര്യയെയും മക്കളെയും എല്ലാം വധിക്കാനിടയാക്കും. ക്രോധം മനസ്സിന് ദുഃഖത്തിന് കാരണമായി തീരും. ക്രോധം ഈ ലോക ജീവിതത്തിൽ നമുക്ക് ധാരാളം ദുഃഖം നൽകും. അതുകൊണ്ട് അറിവുള്ളവർ, ശരിയായ അറിവ് നേടിയവർ ക്രോധം പരിത്യജിക്കണം. അപ്പോൾ ക്രോധം പരിത്യജിക്കണമെങ്കിൽ എന്തു നേടണം? ശരിയായ അറിവ് നേടണം. ഏകാഗ്രമായ മനസ്സോടുകൂടി ശരിയായ ആത്മജ്ഞാനം നേടുന്നവന് മാത്രമേ ക്രോധം പരിത്യജിച്ച് ശാന്തത സ്വീകരിച്ച് സമചിത്തതയോടുകൂടി എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാവും അല്ലേ, ഉയർച്ചകളും താഴ്ചകളും എല്ലാം ഉണ്ടാകും. ഇവയെല്ലാം നാം സമചിത്തതയോടെ സ്വീകരിച്ച് ശാന്തമായി മുമ്പോട്ട് പോകണമെങ്കിൽ ക്രോധത്തെ പരിത്യജിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ അവസാന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. അവിടെ ഉപന്യാസം വരാം, എഡിറ്റോറിയൽ വരാം. എന്തുകൊണ്ടാണ് ബുദ്ധജനം ക്രോധം പരിത്യജിക്കണമെന്ന് പറയുന്നത് എന്ന് ചോദിക്കാം. ക്രോധം വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കാം. 3-4 തരത്തിൽ ചോദ്യം വരാം. എങ്കിലും ഏതെല്ലാം തരത്തിൽ വന്നാലും
ക്രോധം വരുത്തി വയ്ക്കുന്ന വിനാശങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ സമകാലിക പ്രസക്തി എന്തൊക്കെയാണെന്നും നമുക്കറിയാമല്ലോ. അപ്പോൾ അതെല്ലാം ചേർത്ത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണോ അതിനനുസരിച്ച് ചുരുക്കിയും വിശദീകരിച്ചുമൊക്കെ ആൻസർ കൊടുക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു ഹാഫ് പേജ് ചുരുക്കി എഴുതുക. 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ കുറച്ചുകൂടി ദീർഘിപ്പിച്ച് 3/4 പേജ് അല്ലെങ്കിൽ 1 പേജ് വരെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു തരാം, എത്ര പാരഗ്രാഫ് വേണമെന്ന് പറഞ്ഞു തരാം, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ക്ലാസ്സിൽ ഈ പദ്യത്തോടനുബന്ധിച്ച് ചില വാക്കുകൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണേ. നോക്കൂ, ചില വാക്കുകളുടെ അർത്ഥവ്യത്യാസം, സമാനപദം, നാനാർത്ഥം, വിഗ്രഹാർത്ഥം തുടങ്ങിയവയൊക്കെ നമുക്കൊരു എളുപ്പത്തിൽ ഒന്ന് ഓടിച്ചു നോക്കാം, ഒന്ന് വിശകലനം ചെയ്യാം കേട്ടോ. ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാവുന്ന ഒന്ന് പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. സൗമിത്രയെ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. സൗമിത്രൻ ആരാണ്? സുമിത്രയുടെ പുത്രൻ. അത് എക്സാമ്പിളായിട്ട് ഉദാഹരണമായിട്ട് തന്നിട്ട് ഇതുപോലെയുള്ള മറ്റു പദങ്ങൾ 1 2 എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? ഒന്ന് നമുക്ക് എഴുതാം, ജാനകി. ആരുടെ മകളാണ് ജാനകി? ജനകൻ്റെ മകൾ ജാനകി. ജാനകി ജനകൻ്റെ മകൾ. ജനക മഹാരാജാവിൻ്റെ മകളാണല്ലോ ജാനകി. ജനകൻ്റെ മകൾ ജാനകി. അതുപോലെ ഭൈമി. ഭൈമി ഭീമൻ്റെ മകൾ. ഭീമൻ്റെ മകളാണ് ഭൈമി. ഭീമൻ്റെ മകൾ. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പാണ്ഡവരാരാ? പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡവർ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്ക് 1 2 ഉദാഹരണങ്ങൾ എഴുതാനേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 1 2 ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അർത്ഥവ്യത്യാസം എഴുതാനായിട്ട് ഒരു പദം ടീച്ചർ തരാം. അർത്ഥവ്യത്യാസം. സ്വാന്തം, സാന്ത്വം. എങ്ങനെയാണ് അർത്ഥവ്യത്യാസം എഴുതുക? സ്വാന്തം, സ്വ അന്തം, മനസ്സ്. അന്തർഗതം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ളത് അല്ലേ? സ്വ അന്തം, മനസ്സ്. സാന്ത്വം, ലക്ഷ്മണ സാന്ത്വനം. സാന്ത്വനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആശ്വസിപ്പിക്കുക. സാന്ത്വം, ആശ്വാസം, ആശ്വാസം നൽകുക. അർത്ഥ വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി പര്യായ പദങ്ങൾ. ക്ഷണപ്രഭ എന്താണ്? ടീച്ചർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നുവല്ലോ. മിന്നൽ പിണര്, ക്ഷണപ്രഭ പര്യായ പദങ്ങളാണ്. മിന്നൽ പിണർ, തടിത്ത്. മിന്നൽ പിണര്, തടിത്ത് പര്യായപദം. ഇനി ചേതസ്, മനസ്സ്, ചിത്തം. മനസ്സ്, ചിത്തം. കളത്രം, ഭാര്യ, പത്നി. ത ന കൂട്ടിച്ചേർത്തെഴുതാം, പത്നി. ദർദുരം, തവള.
മണ്ഡൂകം. ദർദുരം, തവള, മണ്ഡൂകം. ണ ഡ കൂട്ടിച്ചേർത്ത് എഴുതിയതാണ് മണ്ഡൂകം. ദേഹം, ശരീരം, കായം. ഇനി നമുക്ക് നാനാർത്ഥം എഴുതാം. നാനാർത്ഥം എന്തൊക്കെയാണ് നാനാർത്ഥത്തിന് പറ്റിയ പദങ്ങളുള്ളത്? താപം, താപം, ദുഃഖം, ചൂട്, ചൂട്. ദേഹം, ശരീരം, അല്ല സോറി ദേഹമല്ല, ദേഹം എന്നർത്ഥം വരുന്ന വേറൊരു പദമാണ് ടീച്ചർ ഉദ്ദേശിച്ചത് കേട്ടോ. കായം, ദേഹം, ദേഹം കറിക്ക് ഉപയോഗിക്കുന്ന കായം അല്ലേ, കറിക്കായം. കണ്ടു, നമ്മൾ പര്യായപദം പരിചയപ്പെട്ടു, നാനാർത്ഥം പരിചയപ്പെട്ടു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? പര്യായപദം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള പദത്തിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റു പദങ്ങൾ. ഒരേ അർത്ഥമുള്ള ധാരാളം പദങ്ങൾ ഭാഷയിലുണ്ട് അല്ലേ. ഉദാഹരണം പറഞ്ഞാലിപ്പോൾ ആകാശം, അമ്പരം, മാനം, വാനം എന്നിങ്ങനെ ആകാശം എന്ന അർത്ഥം തന്നെ വരുന്ന ധാരാളം പദങ്ങളുണ്ട്. അപ്പോൾ ഒരേ അർത്ഥം വരുന്ന ധാരാളം പദങ്ങളുണ്ട്, അതാണ് പര്യായപദം. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്ത അർത്ഥം. നമുക്ക് തന്നിട്ടുള്ള പദത്തിൻ്റെ വ്യത്യസ്ത അർത്ഥതലങ്ങളുള്ള പദങ്ങൾ. ഇപ്പം കായം എന്ന പദം, ഇത് വ്യത്യസ്ത അർത്ഥതലങ്ങളിൽ നാം പ്രയോഗിക്കാറുണ്ട്. ദേഹത്തിന് കായം എന്ന് പറയും, കറിക്ക് ഉപയോഗിക്കുന്ന കായത്തിനും കായം എന്ന് പറയും. ഇതാണ് നാനാ അർത്ഥം, വ്യത്യസ്തങ്ങളായ അർത്ഥം. നാനാർത്ഥവും പര്യായപദവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പര്യായപദം ഒരേ അർത്ഥം വരുന്ന ശബ്ദങ്ങൾ, നാനാർത്ഥം വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്ന ശബ്ദം. ഈ പദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ഗുണപാഠം എന്താണ്? അതായത് ഈ കൈകേയിയെ കൊണ്ട് ഈ 2 വരങ്ങൾ തക്ക സമയത്ത് ദശരഥനോട് ചോദിപ്പിച്ച ഒരു മന്ധരയുണ്ടല്ലോ, കൂനിയായ സ്ത്രീ, അവരാണ് ഈ എല്ലാ കോലാഹലങ്ങളിലേക്കും തിരിതെളിച്ചത് അല്ലേ, കാരണമായി തീർന്നത് അവരുടെ കുബുദ്ധി. അപ്പോൾ ഇതുപോലുള്ള മന്ധരമാർ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, സമൂഹത്തിലുണ്ട്. ഇത്തരം മന്ധരമാരുടെ വിഷസൂചി പ്രയോഗങ്ങൾ ഏൽക്കാതെ, അതിന് നിന്നുകൊടുക്കാതെ, വശംവദരാകാതെ നമ്മൾ വ്യക്തമായ ഒരു സ്റ്റാൻഡോടുകൂടി, വ്യക്തമായ ഒരു നിലപാടോടുകൂടി, സമചിത്തതയോടെ ആത്മജ്ഞാനം നേടി ശരിയായ വിധത്തിൽ ഏകാഗ്രമായ മനസ്സോടുകൂടി വിദ്യ അഭ്യസിച്ച് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമെന്നാണ് എഴുത്തച്ഛൻ അനുവാചകരെ ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ഉപദേശം കുട്ടികളായ നിങ്ങൾക്കും അധ്യാപകരായ ഞങ്ങൾക്കും എല്ലാ ജനതയ്ക്കും സർവകാലത്തും സർവദേശത്തുമുള്ള ജനതകൾക്ക് ബാധകമാണ്. കാലാതീതം കാവ്യ വിസ്മയം അല്ലേ. ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി.